അടുത്തേക്ക് വിളിച്ചു നോക്കാം. ഏയ് സുന്ദരി, ഇങ്ങ് അടുത്തേക്ക് വരൂ. അതോ എന്റെ കാലില് ചെറിയൊരു ഗർഭങ്ങൾ കൊണ്ടതാ. ഇനി എന്താക്കാന്, ഈ വേദന ഞാൻ അങ്ങോട്ട് സഹിക്കും. ആട്ടെ, അവിടുത്തെ പേരെന്താണോ? ഞാൻ ദുഷ്യന്ത മഹാരാജാവ്. അങ്ങയുടെ ആഗമന ഉദ്ദേശം അത് തന്നെ. അതെന്താ ചോദിച്ചേ? ഈ കൊടുങ്കാട്ടിൽ ഇത്രത്തോളം വൃക്ഷങ്ങൾ ഉണ്ടായിട്ടും ഒരു തെങ്ങില്ലാതെ പോയല്ലോ, അതെന്താ? അങ്ങനെയാണെങ്കിൽ ഈ നാക്കിന്റെ കുരുക്കം കഴിഞ്ഞേ. താങ്കൾ എന്തിനാ അങ്ങോട്ട് വന്നത്? ഞാൻ ഇവിടെ വേട്ടയ്ക്ക് വന്നതാണ്. ആ ബെസ്റ്റ്. വേട്ടയ്ക്ക് വന്നെങ്കിലേ നാട്ടിൽ പോയാൽ പോയിരുന്നോ? ഇപ്പൊ കാട്ടിലെ മൃഗങ്ങളെല്ലാം നാട്ടിലല്ലേ. എന്നെക്കാളും അറിവോ? എന്താണ് കുമാരി നിന്റെ പേര്? കുമാരിയോ? കുമാരിയേ, കുമാരിയെ നിങ്ങൾ തന്നെ? ഞാനാണോ? ഞാൻ കുമാരിയല്ല, ഞാൻ കണ്ണംകുളത്ത് കണ്ണമാഷിയുടെ മൂത്ത പുത്രി ശകുന്തള. ഇതെന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? ഇതാണ് എന്റെ ഐഡന്റിറ്റി. ഇങ്ങനെ നിന്നില്ലെങ്കിലേ ഞാൻ ശകുന്തളയാണെന്ന് എനിക്ക് തന്നെ മറന്നുപോകും. ഈ കാട്ടിൽ ആരുമില്ലേ? ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടൂടെ? അവിടെ അല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ? ചേടാ, എന്റെ മുമ്പിലല്ലേ താങ്കൾ നിൽക്കുന്നത്? നമ്മൾ രണ്ടുപേരല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ? ആരുമില്ല. അപ്പോൾ ഈ കാട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഭഗവതിക്ക് ബോറടിക്കില്ലേ? ഇല്ല, ഞാൻ ഇവിടുത്തെ മാനവരോടും മരുകളോടും ഒക്കെ സംസാരിക്കും. രണ്ടു മിനിറ്റ് എന്നോട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ബോറടിച്ചു. മാണിന്റെയും മരുവിന്റെയും ഒരവസ്ഥ. താങ്കൾ കണ്ടിട്ട് വേട്ടയ്ക്ക് വന്നാണെന്ന് പറയില്ലല്ലോ. ഒന്നും പറയണ്ട, എല്ലാം പറയണം. ഞാൻ രാത്രി വാള് വെച്ച് ഉറങ്ങിപ്പോയി. അപ്പൊ നല്ല കീറല്ലേ? അതല്ല, വാള് വെച്ച് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം എടുക്കാനും മറന്നു. അപ്പൊ മറവി അസുഖം ഉണ്ടല്ലേ? കുമാരിയെ കണ്ടത് മുതൽ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതല്ല, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഇത്. ഏത്? എന്തോ ഒന്ന്. എന്ത്? എന്തോ ഇത് എനിക്ക് മനസ്സിലായി. അതിനാ പ്രേമോന്ന് പറയുന്നത്. എന്റെ വീട്ടിൽ മാനും വലിയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ എന്റെ വീട്ടിൽ മാനും. അയ്യോ, വണ്ടേ വണ്ടേ, ആ വണ്ട ഞാൻ ആക്രമിക്കാൻ വരുന്നു. വണ്ടിയും അഹങ്കാരമോ? ഞാൻ കാണിച്ചു കൊടുക്കാം. എടുക്കുമ്പോൾ 1, കൊടുക്കുമ്പോൾ 100. അപ്പൊ വിട്ടാലോ? അത് എനിക്ക് മുഴുവൻ. അമ്പ് പോണ പോക്ക് കണ്ട? അതിനപ്പോ പോകുന്നില്ലല്ലോ. അമ്പ് പോകുന്നതായിട്ട് ഗ്രാഫിക്സുകാരി എത്തിക്കോളും. കണ്ടാ വണ്ടി കണ്ടാ? അത് വണ്ടിയുടെ വണ്ടിനെയും ഗ്രാഫിക്സുകാരി എത്തിക്കോളും. അല്ല, കുഴപ്പമില്ല. ഇനി ഒരിക്കലും ഈ വണ്ട് ഭൗതിയെ ശല്യം ചെയ്യുകയില്ല. അതെന്താ? വണ്ടി കത്തുപോയില്ലേ? അയ്യോ, ഞാൻ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എന്നാ ഞാൻ വീട്ടിൽ പോവാണേ. ശകുന്തള നിൽക്കൂ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് വീട്ടിൽ പോണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോണം. ഒരു കാര്യം കൂടി വീട്ടിൽ പോണം. ഒരു കാര്യം പറ്റില്ല. ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈറ്റ് ചെയ്തോളൂ. 2006 മോഡൽ. ഞാൻ പറ്റിയിരിക്കുന്ന ആളല്ല. അയ്യോ അയ്യോ, പോയി. ഇല്ല, എനിക്ക് അയ്യോ, ഇവളുടെ അച്ഛൻ കണ്ണു മാറിച്ച് അങ്ങനെ കണ്ടപ്പോ ഞാൻ പെട്ട്. എനിക്ക് ഇവളോടെ പെട്ടി. അറിയില്ല.
കുനിഞ്ഞത്. അപ്പൊ 300 രൂപയുടെ സാധനം അല്ല 350. 350 രൂപയുടെ സാധനത്തിലാണ് ഞാൻ 50,000 രൂപ എടുത്ത് ഓപ്പറേഷൻ ചെയ്തത്. അത് പുറത്തെടുക്കണം. അതൊന്നും എനിക്കറിയണ്ട. ഒന്നെങ്കിൽ എനിക്ക് എന്റെ മുദ്രമോതിരം വേണം, അല്ലെങ്കിൽ എന്റെ 350 രൂപയും വേണം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേടാ? ഞാനിത് ശപിക്കുമെടാ. അയ്യോ മഹാരാജാവേ, ഞാൻ ശുഭു. രാമേന്ദ്രന്റെ മോളെ എവിടെ പോണു? കണ്ടില്ലേ, അവരെല്ലാം മറന്നുപോയി. നിനക്കൊല്ല ഓർമ്മയുണ്ടോടാ? എനിക്ക് ഓർമ്മയില്ല. ഇനി അവൻ വന്നത് പോയതൊക്കെ മറക്കും. എന്റെ ശാപത്തിന്റെ ഒരു പവർ. അയ്യോ സോറി, ഞാൻ അച്ഛനെ വേണ്ടി ഞാൻ സോറി ചോദിക്കാം. അച്ഛൻ അങ്ങനെയാണ്, ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ശപിക്കും. ഞാൻ എന്നാലും മറന്നുപോയി. അയ്യോ, അപ്പൊ ഒന്നും ഓർമ്മയില്ലേ? മറന്നു പോയി പൂമകളേ, എല്ലാം മറക്കും. അല്ല, ഞാനെല്ലാം മറന്നുപോയി. ഞാൻ എങ്ങോട്ടാ പോണെന്ന് പോലും ഞാൻ മറന്നുപോയി. എല്ലാം മറന്നത് പറഞ്ഞിട്ട് വന്ന വഴി മറന്നില്ലല്ലോ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വന്ന വഴി മറക്കരുതെന്ന്. താൻ എന്താ വിചാരിച്ചേ? കണ്ണമാഷിയുടെ മക്കൾ ബുദ്ധി ഇല്ലെന്നല്ലേ? വേണ്ട, ആ മരത്തിന്റെ മോളേക്ക് ചുവന്ന ലൈറ്റ് നോക്കിക്കേ. അത് ഉപ്പന്റെ കണ്ണല്ലേ? ഉപ്പന്റെ കണ്ണല്ല, അതിനാണ് CCTV ക്യാമറ പറയുന്നത്. വന്നതും ചെയ്തതും പറഞ്ഞതും എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം